ചില ആളുകളൊക്കെ ഉണ്ട് ബോള് നമ്മൾ സ്വീകരിച്ച് അപ്പോൾ ആരെങ്കിലും ഒരാളെ ചെറുതായിട്ട് വന്നൊന്ന് പുഷ് ചെയ്താൽ പിന്നെ അയാൾ ബാലൻസ് ഒക്കെ പോയി വീണ് ഫൗളിന് വേണ്ടിയിട്ട് കരയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിട്ട് വലിയ ഹാർഡായിട്ട് ഫൗളൊക്കെ ചെയ്താൽ പ്രശ്നമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചെറിയ പുഷും പുള്ളൊക്കെ ഉണ്ടാകും, ഒരു ബോഡി കോണ്ടാക്റ്റ് ഉള്ള ഒരു ഗെയിം തന്നെയാണ് ഫുട്ബോൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അതും കൂടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് ഒരു ഓപ്പോസിറ്റ് പ്ലെയർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കുറച്ചുകൂടി വിജിലൻ്റ് ആവണം. നമ്മൾ കൈയൊക്കെ ഒന്ന് പൊസിഷൻ ചെയ്തിട്ട് ഇല്ലേ, അപ്പോൾ അയാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് അയാൾ നമ്മളെ പുഷ് ചെയ്യാൻ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കുകയൊക്കെ വേണം. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ബോൾ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളെ പരിധിയിൽ നിർത്താൻ പറ്റുമെന്നുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ പാസ് ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ആളുകൾ പുഷ് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ ബോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഇല്ല പോലെ തന്നെയാണ്, ഡ്രൈവിങ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പറയുന്നതല്ലാതെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ആലോചിക്കില്ല. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മസിൽ മെമ്മറിയിൽ വന്നുകൊണ്ടേയിരിക്കും ഇല്ലേ. അങ്ങനെയാണ് ഡ്രൈവിങ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഫുട്ബോൾ കളിക്കളങ്ങളിലും അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊരു ബെറ്റർ പ്ലെയർ എന്ന് പറയാൻ പറ്റും.